നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അഭിന കുളി കഴിഞ്ഞ് ഡ്രസ് മാറിയതിനു ശേഷം കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നു. കണ്ണാടിയിൽ അവളുടെ മുഖം കണ്ടതും അവൾ വേഗം കണ്ണടച്ചു. അവൾക്ക് അവളുടെ മുഖത്ത് നോക്കാൻ തന്നെ വെറുപ്പ് തോന്നി. സങ്കടം കൊണ്ട് അവളുടെ മനസ്സ് വിങ്ങിപ്പൊട്ടി. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ഭഗവാനെ, എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? അവൾ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് പതിയെ കണ്ണുകൾ തുറന്ന് കണ്ണുനീർ തുടച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അവൾ നേരെ അനിയൻകുട്ടൻ്റെ റൂമിലേക്കാണ് ചെന്നത്. കളിച്ചുകൊണ്ടിരിക്കുന്ന അനിയൻകുട്ടൻ്റെ അടുത്ത് അഭിന ഒന്നും മിണ്ടാതെ ചെന്നിരുന്നു. അവളെ കണ്ട് അനിയൻകുട്ടൻ ചേച്ചിയമ്മ കളിക്കാം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അനിയൻകുട്ട, ചേച്ചിയമ്മയ്ക്ക് കളിക്കാനൊന്നും വയ്യ. അനിയൻകുട്ടൻ തനിയെ കളിക്ക്, അഭിന പറഞ്ഞു. എന്നിട്ട് അവൾ കാൽമുട്ടിലേക്ക് തല ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചിരുന്നു. ചേച്ചിയമ്മ വാ, ചേച്ചിയമ്മ വാ എന്ന് പറഞ്ഞ് അവൻ അവളെ കുലുക്കി വിളിച്ചു. ഞാനില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അഭിന അവന് നേരെ ഒച്ചയെടുത്തു. അഭിന വഴക്ക് പറയുന്നത് കേട്ട് അനിയൻകുട്ടൻ ഉറക്കെ കരഞ്ഞു. അനിയൻകുട്ടൻ കരയാൻ തുടങ്ങിയപ്പോൾ അവൾ മെല്ലെ അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് കരയില്ല അനിയൻകുട്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അവൻ്റെ കരച്ചിൽ കേട്ട് താര അവിടേക്ക് വന്നു. അനിയൻകുട്ടൻ എന്തിനാ കരയുന്നത്? ചേച്ചിയമ്മ വഴക്ക് പറഞ്ഞു, അവൻ പറഞ്ഞു. എന്താ അബി, എന്തിനാ അനിയൻകുട്ടനെ വഴക്ക് പറഞ്ഞത്? താര ചോദിച്ചു. അനിയൻകുട്ടൻ വെറുതെ പറയുന്നത് അമ്മേ, ഞാൻ വഴക്ക് പറഞ്ഞതൊന്നുമല്ല. കളിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ഇല്ലെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ, അഭിന പറഞ്ഞു. അനിയൻകുട്ടൻ കരയില്ലേ, അമ്മ അനിയൻകുട്ടന് കഴിക്കാൻ തരാം, അനിയൻകുട്ടനോട് താര പറഞ്ഞു. എന്നിട്ട് അഭിനയോട് പറഞ്ഞു, നീ കഴിച്ചിട്ട് കുറച്ചു നേരം പോയിരുന്ന് പഠിക്ക്. എനിക്ക് കഴിക്കാൻ വേണ്ട അമ്മേ, ഞാൻ റൂമിലേക്ക് ചെല്ലട്ടെ, അഭിന പറഞ്ഞു. അതെന്താ കഴിക്കാൻ വേണ്ടാത്തത്? കഴിച്ചിട്ട് പോയാൽ മതി, വാ എന്ന് പറഞ്ഞ് താര അനിയൻകുട്ടനെ കൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. ഡൈനിങ് ടേബിളിന് മുന്നിൽ അവൾ പ്ലേറ്റിലേക്ക് മാത്രം നോക്കിയിരുന്ന് വേഗം കഴിച്ചെഴുന്നേറ്റ് റൂമിലേക്ക് പോയി. എന്താ ഈ പെണ്ണിന് പറ്റിയത്? ആരോടും ഒന്നും മിണ്ടാതിരുന്ന് കഴിച്ചെഴുന്നേറ്റു, താര പറഞ്ഞു. കൂട്ടുകാരോടൊപ്പം നടന്ന് വെയിൽ കൊണ്ട് തല വേദനിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ അവൾ കുറച്ചു നേരെങ്കിലും മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ, വിജയരാഘവൻ പറഞ്ഞു. അഭിന നേരെ റൂമിൽ ചെന്ന് ബെഡിൽ കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. സങ്കടം സഹിക്കവയ്യാതെ അവൾ മെല്ലെ കണ്ണുകൾ അടച്ചു. പെട്ടെന്ന് അവളുടെ ഫോൺ റിംഗ് ചെയ്തു. ഞെട്ടി അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു. ടേബിളിന് മുകളിൽ ഇരിക്കുന്ന ഫോൺ എടുത്ത് അവൾ നോക്കി. വൈശാഖേട്ടൻ സ്ക്രീനിൽ കണ്ടു. അവൾക്ക് ദേഷ്യവും സങ്കടവും തോന്നി. ഫോൺ റിംഗ് ചെയ്യൽ നിന്നതിന് ശേഷം സ്ക്രീനിൽ നോക്കുമ്പോൾ വൈശാഖ് ഒരുപാട് തവണ വിളിച്ചിരിക്കുന്നത് കണ്ടു. അവൾ വേഗം സെറ്റിംഗ്സിൽ ചെന്ന് ആ നമ്പർ ബ്ലോക്ക് ചെയ്തു വെച്ചു. എന്നിട്ട് ഫോൺ സൈലൻ്റ് ആക്കി ടേബിളിന് മുകളിലേക്ക് വച്ചു. അവൾ വീണ്ടും ബെഡിൽ കിടന്നു. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിട്ടും അഭിനയെ കാണാത്തതുകൊണ്ട് താര അഭിനയുടെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവൾ ബെഡിൽ കിടക്കുകയായിരുന്നു. അബി, ഇതുവരെ എഴുന്നേറ്റില്ലേ? രാത്രി മുഴുവൻ ഫോൺ നോക്കി ഇരുന്നിട്ടുണ്ടാകും അല്ലേ എന്ന് പറഞ്ഞ് താര അവളുടെ അടുത്ത് ചെന്ന് അവളെ കുലുക്കി വിളിച്ചു. അബി, എഴുന്നേക്ക്. ശരീരത്തിലെ ചൂടുകൊണ്ട് താര അവളുടെ നെറ്റിയിലും കഴുത്തിലും തൊട്ടുനോക്കി പറഞ്ഞു. നന്നായി പനിക്കുന്നുണ്ടല്ലോ. അബി, എഴുന്നേക്ക്, വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പനിയുടെ മരുന്ന് കഴിച്ച് വന്ന് കിടക്ക്, വായോ എന്ന് പറഞ്ഞ് താര അവളെ വിളിച്ചു. എനിക്കിപ്പോൾ ഒന്നും വേണ്ട അമ്മേ, ഞാൻ കുറച്ചു നേരം കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അഭിന അവിടെ തന്നെ കിടന്നു. പറ്റില്ല, എഴുന്നേക്ക്, വല്ലതും കഴിച്ചിട്ട് വന്ന് കിടന്നോ എന്ന് പറഞ്ഞ് താര അവളെ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോയി. പനി കാരണം അഭിന 2 ദിവസം കോളേജിൽ പോയില്ല. പനി മാറിയിട്ടും കോളേജിൽ പോകാൻ റെഡിയാകാതെ ഇരിക്കുന്നത് കണ്ട് താര ചോദിച്ചു. ഇപ്പം പനിയൊന്നും ഇല്ലല്ലോ, പിന്നെന്താ ഇന്ന് നീ കോളേജിൽ പോകാത്തത്? അല്ലെങ്കിൽ ഒരു ദിവസം പോലും ലീവ് എടുക്കാൻ മടിയുള്ള ആളാണല്ലോ. നല്ല ക്ഷീണുണ്ടമ്മേ, അതുകൊണ്ടാ, അഭിന പറഞ്ഞു. വേണമെങ്കിൽ ഇന്നൊരു ദിവസം കൂടെ ലീവ് എടുത്തോട്ടെ, നാളെ മുതൽ കോളേജിൽ പോകണം കേട്ടോ അബി, വിജയരാഘവൻ പറഞ്ഞു. ശരി അച്ഛാ, നാളെ മുതൽ ഞാൻ കോളേജിൽ പോകാം എന്ന് പറഞ്ഞ് അഭിന അവിടുന്ന് അവളുടെ റൂമിലേക്ക് പോയി. എന്താ ഇവൾക്ക് പറ്റിയത്? പനിയാണെങ്കിലും ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ലാത്തതാണല്ലോ, താര പറഞ്ഞു. തീരെ വയ്യാത്തതുകൊണ്ടാകും എന്ന് പറഞ്ഞ് വിജയരാഘവൻ ജോലിക്ക് പോയി. പിറ്റേന്ന് അവൾക്ക് പോകാൻ നല്ല മടിയുണ്ടായിരുന്നെങ്കിലും ഇനിയും വീട്ടിലിരിക്കാൻ അച്ഛനും അമ്മയും സമ്മതിക്കില്ല എന്നതുകൊണ്ട് അവൾ നിവർത്തിയില്ലാതെ കോളേജിലേക്ക് പോയി. അവൾക്ക് കൂട്ടുകാരെ ഫേസ് ചെയ്യാൻ അതുവരെ ഇല്ലാതിരുന്ന ഒരു മടി തോന്നി. വൈശാഖിൻ്റെ പിരീഡ് അവൻ ക്ലാസ്സിൽ വരുമ്പോൾ അവൾ വല്ലാതെ പേടിച്ചു. അവൻ്റെ മുഖത്ത് തന്നെ നോക്കാതെയിരുന്നു.
അഭിന മുഖത്തേക്ക് നോക്കുന്നില്ലെന്ന് കണ്ട് ക്ലാസ് കഴിയുന്നതിന് മുൻപ് വൈശാഖ് അഭിനയെ വിളിച്ചു. അഭിന, അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങാണോ? ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കാൻ മാത്രം എന്താ ഉണ്ടായേ? കഴിഞ്ഞ 3 ദിവസം ക്ലാസ്സിൽ ഉണ്ടായിരുന്നതും ഇല്ലല്ലോ, വൈശാഖ് ചോദിച്ചു. അവൻ വിളിക്കുന്നത് കേട്ട് അഭിന ഒന്നും ഞെട്ടി. ക്ലാസ്സിൽ ഉറക്കം തൂങ്ങല്ല, ശ്രദ്ധിക്കുന്നുണ്ട്, അഭിന പറഞ്ഞു. നോട്ട് കംപ്ലീറ്റ് ആണോ എന്ന് നോക്കട്ടെ, നോട്ടെടുക്ക് എന്ന് പറഞ്ഞ് വൈശാഖ് അവൾ ഇരിക്കുന്നിടത്തേക്ക് ചെന്നു. അവൾ അവനെടുക്കുന്ന സബ്ജക്റ്റിൻ്റെ നോട്ടെടുത്ത് അവന് കൊടുത്തു. അവൻ അത് വാങ്ങി മറിച്ചു നോക്കിയ ശേഷം ഒരു പേജിൽ എന്തൊക്കെയോ എഴുതി അവൾക്ക് തിരികെ കൊടുത്ത് അവളുടെ അടുത്ത് നിന്ന് പോയി. അവൾ ആ പേജ് മറ്റാരും കാണാതെ മറിച്ചു നോക്കി വായിച്ചു. അതിൽ ഒരു ഫോൺ നമ്പർ എഴുതിയതിനു ശേഷം, ഇത് നിന്റെ അച്ഛൻ്റെ നമ്പറല്ലേ? ഞാനിത് കോളേജിലെ നിന്റെ രജിസ്റ്ററിൽ നിന്ന് എടുത്തതാ. എൻ്റെ നമ്പർ നിന്റെ ഫോണിൽ നിന്ന് അൺബ്ലോക്ക് ആക്കണം, അല്ലെങ്കിൽ ഈ നമ്പറിൽ ഞാൻ വിളിക്കും. വിളിക്കുക മാത്രമല്ല, എൻ്റെ കൈവശമുള്ള വീഡിയോ സെൻഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിരിക്കണം. കഴിഞ്ഞ ആഴ്ച വരെ അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പോൾ എന്തു മാറ്റാ നിനക്കുണ്ടായത്? അവൾ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ വേഗം ബുക്ക് മടക്കി ബാഗിനുള്ളിൽ വെച്ച് അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ കണ്ണീരിൻ്റെ നനവ് കണ്ട് അവന് സന്തോഷം തോന്നി. ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ ക്ലാസ് തുടർന്നു. ക്ലാസ്സിൽ അവൾ ഡള്ളായി ഇരിക്കുന്നത് കണ്ട് ഫ്രണ്ട്സ് എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് അവൾ മറുപടി പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി ചായ കുടിച്ചതിന് ശേഷം അവൾ പഠിക്കാനിരുന്നു. വിജയരാഘവൻ വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ വൈശാഖ് അയാളുടെ ഫോണിലേക്ക് വിളിച്ച് അഭിനയ്ക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഫോണുമായി വിജയരാഘവൻ അഭിനയുടെ റൂമിലേക്ക് പോയി. അപ്പോൾ അഭിന ചെയറിലിരുന്ന് ടേബിളിന് മുകളിലേക്ക് തലവെച്ച് കിടക്കുകയായിരുന്നു. അബി, നിനക്കൊരു ഫോണുണ്ട്, നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് വിജയരാഘവൻ റൂമിലേക്ക് കയറിയപ്പോൾ അവൾ ഒരു ഞെട്ടലോടെ അവിടെ എഴുന്നേറ്റ് കണ്ണിൽ നിന്ന് ഒഴുകി വന്നിരുന്ന കണ്ണുനീർ വേഗം വിജയരാഘവൻ കാണാതെ തുടച്ചു മാറ്റി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് വിജയരാഘവനെ നോക്കി. ക്ലാസ്സിലിരിക്കുമ്പോൾ ഫോൺ എയറോപ്ലെയിൻ മോഡിലാക്കി വെച്ചിരുന്നു. പിന്നീട് മോഡ് മാറ്റിയിട്ടില്ല. അതുകൊണ്ടാ എന്നെ വിളിച്ചാൽ കിട്ടാത്തത്, അഭിന പറഞ്ഞു. ലൈനിൽ ആളുണ്ട്, സംസാരിക്ക് എന്ന് പറഞ്ഞ് വിജയരാഘവൻ ഫോൺ അവൾക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങിക്കുമ്പോൾ അവളുടെ കൈ വിറയ്ക്കുന്നതും അവൾ വല്ലാതെ പേടിക്കുന്നുണ്ടെന്നും വിജയരാഘവൻ ശ്രദ്ധിച്ചു. അവൾ ഫോൺ ചെവിയിൽ വെച്ച് ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞതായിരുന്നില്ലേ എൻ്റെ നമ്പർ ബ്ലോക്ക് മാറ്റണമെന്ന്, നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല? വിജയരാഘവൻ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് അവൾ പേടിയോടെ അവനോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വിളിക്കാം. എന്നിട്ട് അവൾ കോൾ കട്ട് ചെയ്ത് ഫോൺ വിജയരാഘവന് കൊടുത്തു. എന്താ അഭികാര്യം? വിജയരാഘവൻ ചോദിച്ചു. അച്ഛാ, ഞാൻ 3 ദിവസം ലീവായിരുന്നല്ലോ. നോട്ട് എഴുതി കൊടുത്തിരുന്നത് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞിരുന്നു. അത് അയച്ചിട്ടുണ്ടെന്ന് പറയാൻ വിളിച്ചതാ. ഞാൻ എൻ്റെ ഫോൺ നോക്കിയിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ശരി, നീ കഴിച്ചിട്ട് ഇനി പഠിക്കാനിരുന്നാൽ മതി, വായോ എന്ന് പറഞ്ഞ് വിജയരാഘവൻ അവിടുന്ന് പോയി. അവൾ തളർന്നതുപോലെ ബെഡിലേക്കിരുന്ന് കണ്ണുകളടച്ച് കരഞ്ഞു. വിജയരാഘവൻ പുറത്തുനിന്ന് ഒന്ന് എത്തി നോക്കി. അവളുടെ ആ ഇരിപ്പ് കണ്ട് അയാൾക്ക് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി.